ഇന്നിനി കുറച്ച് ട്രിവാൻഡ്രത്തെ വിശേഷമായാലോ. ഇതാ എൻ്റെ ട്രിവാൻഡ്രത്തെ വീട്, നെടുമങ്ങാട് സ്ഥലം. അങ്ങനെ വീട്ടിൽ ചെന്ന ഉടനെ ഫസ്റ്റ് പരിപാടി എൻ്റെ മുറ്റത്ത് നിന്ന് ഇങ്ങനൊരു വീഡിയോ ഞാൻ എടുക്കും, ഒരു ഫോട്ടോ. അത് സ്റ്റാറ്റസ് ഇടുന്നത് നിർബന്ധം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പുതിയ പുതിയ ചെടികളൊക്കെ വന്നു. അമ്മൂമ്മ എനിക്ക് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. ആ ചെടി ഇങ്ങനെയാണ് അങ്ങനെയാണ്, ദിവസവും രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിക്കാറുണ്ട്, ഇങ്ങനെയുള്ള കഥകളൊക്കെ അമ്മ പറയുകയാണേ. അതെല്ലാം കേട്ട് കേട്ട് എന്ത് രസമല്ലേ കാണാൻ. ശരിക്കും നമ്മുടെ നാട് കുറേ നാൾക്ക് ശേഷം വീട്ടിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കണ്ട് ഞാനിങ്ങനെ ആദ്യമായിട്ട് കാണും മാതിരിയൊക്കെ എനിക്ക് തോന്നുന്നു. എന്ത് രസമാണെന്നറിയോ നമ്മൾ ആ മുറ്റത്തൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു സുഖം. അത് കഴിഞ്ഞ് നേരത്തെ അമ്മയോട് പറഞ്ഞിട്ട് പോകും, അമ്മ പൂരി വേണം. അങ്ങനെ അമ്മ ദാ അടിപൊളി പൂരിയൊക്കെ ഉണ്ടാക്കുകയാണ്. ഷേപ്പുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഷേപ്പിലല്ലല്ലോ മോനെ കാര്യം. പക്ഷെ പൂരി ഒരു രക്ഷയില്ലായിരുന്നു. പൂരി മാത്രം മതിയോ, നമുക്കെന്തും വേണം. അടിപൊളി മുട്ട റോസ്റ്റ്. നേരത്തെ പറഞ്ഞു അമ്മ മുട്ട റോസ്റ്റും പൂരിയും മസ്റ്റ്. അങ്ങനെ അതൊക്കെ പാത്രത്തിലേക്കാക്കി ഒരു ചൂട് കട്ടൻ ചായയും മോനെ ഒരു രസം തന്നെ. എല്ലാവരും കൂടെ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് ആരെപ്പറ്റി പറയുന്നതെന്നല്ലേ, ദാ ഈ മനുഷ്യനെ പറ്റിയാണ് പറയുന്നത്. എന്താ ചിരി. അതൊക്കെ അടുത്തിക്കട്ടെ അല്ലേ, അതൊക്കെ അവരുടെ ഓരോരോ സന്തോഷങ്ങൾ. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ മുറ്റത്തിറങ്ങി ഇങ്ങനെ അമ്മൂമ്മ എക്സ്പ്ലെയിൻ ചെയ്ത ഓരോ പൂവിനെ കുറിച്ചും ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോഴാണ് ശംഖുപുഷ്പം കണ്ടത്. ശരിക്കും കുറേ നാൾക്ക് ശേഷം ശംഖുപുഷ്പം കണ്ടുകൊണ്ടായിരിക്കും ഒരു പരിപാടി ചെയ്താലെന്താ. അങ്ങനെ ഞങ്ങളിതൊക്കെ പറിച്ച് അതിനെ തിളപ്പിച്ച് ദാ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. അവൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ അവൻ മൊജിറ്റോ കുടിക്കും പോലെ ഉണ്ടല്ലേ. ശംഖുപുഷ്പ. ആ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നേരെ പാലോട്ടത്തെ വിശേഷമാവാം. അങ്ങനെ നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് വിട്ടു. ചേച്ചിയുടെ വീട് പാലോടാണ്. അങ്ങനെ ഇനി അവിടുത്തെ വിശേഷം. അവിടെ ചെന്നപ്പോൾ കണ്ടതോ, എന്താ പ്രഹസനമാണ് ഷാജി ഇത്. ഒരു മാവും തൈയൊക്കെ നട്ട് അങ്ങനെ നിൽക്കുന്നു. പിന്നെ പാലോട് പോവാൻ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ പാലോട് മേള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊരു പരിപാടി വന്നാൽ അവിടെ പോകണം, അത് മസ്റ്റാണ് അല്ലേ. അവിടെ ചെന്ന് ഒരുപാട് പേരെ കാണാം. എന്തോരം അനുഭവങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അത് കുട്ടികളെയും കൊണ്ട് പ്രായമായ ആൾക്കാരെയും കൊണ്ടൊക്കെ ഒന്ന് പോകുന്നത് അത് വേറെ സന്തോഷം തന്നെയാണ്. അങ്ങനെ മേളയൊക്കെ കണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ഒത്തിരി പൂക്കളുണ്ടായിരുന്നു. ഏത് വെറൈറ്റി ചെടി വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ഭംഗിയൊക്കെ നിൽക്കുമായിരുന്നു. പിന്നെ അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടം തോന്നിയത് ഇതാ എന്ത് ഭംഗിയല്ലേ കാണാൻ. എന്ത് രസം, എന്ത് വെറൈറ്റി ആയിട്ടിരിക്കുന്നത് നോക്ക്. അടിപൊളിയായിട്ടുണ്ട്. ഇത് ശരിക്കും നല്ല ഭംഗിയുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അത് കഴിഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട് കേട്ടോ. നമ്മുടെ മേള എന്ന് പറയുമ്പോൾ ഒത്തിരി ചെടികളൊക്കെ വരുന്നൊരു സ്ഥലമാണല്ലോ. അത് കഴിഞ്ഞിട്ടോ സ്വീറ്റ് സെക്ഷനിലെത്തിയപ്പോൾ എന്ത് സ്വീറ്റ്സാണ് വേണ്ടത്. പല വെറൈറ്റി അലുവകൾ, പല വെറൈറ്റി സ്വീറ്റ്സ്, അങ്ങനെ ഇത് മാത്രമല്ല ഒരുപാടുണ്ട് കേട്ടോ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ ഇനി അടുത്ത വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.